കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് നമ്മുടെ നാട്ടിലെ ക്രമസമാധാനവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ ശുദ്ധ പരാജയമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ തൃശ്ശൂർ പൂരം പോയി കണ്ടിട്ടുണ്ട്. രാത്രി കാലത്തിൽ അതിലെ വെടിക്കെട്ട് കാണാനാണ് രസം. ഇന്ന് പകൽ വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ടി വന്നു. ഇത് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും കൂടി ഒന്ന് ഞങ്ങളെ സഹായിച്ച് ജയിപ്പിച്ചാൽ മതി. ഞങ്ങളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അത് 20 സ്ഥാനാർത്ഥികളെക്കുറിച്ചും സഖാവ് VP ജയരാജൻ തന്നെ പറഞ്ഞത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതിലെല്ലാവരും ഉണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ പാർട്ടിയുടെ അധ്യക്ഷൻ KS സുരേന്ദ്രനെ ഞങ്ങൾ വയനാട് നിർത്തിയത് വളരെ കൃത്യമാണ്. രാഹുൽ ഗാന്ധിയെ അല്ലെങ്കിൽ UDFൻ്റെ കേന്ദ്രത്തിൽ ഏറ്റവും ശക്തമായ മത്സരവും ഉണ്ടാക്കാൻ തന്നെയാണ് KS സുരേന്ദ്രനെ ഞങ്ങളവിടെ നിർത്തിയിട്ടുള്ളത്. നമ്മൾ 20 സീറ്റിലും ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത്. അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. BJP ഒരുപക്ഷെ ആ പാർട്ടിയുടെ ഒരു ഹൈറാർക്കി വെച്ച് ഏറ്റവും വലിയ പദവിയിലാണ് എന്നെ നിർത്തിയിട്ടുള്ളത്. പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാണ്. മാത്രമല്ല, നാഷണൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള പദവി ഒരു ഇൻ്റർനാഷണൽ പദവിയാണ്. ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്നൊരു പദവിയാണ്. ആ ഒരു പദവി ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു മുസ്ലിമിന് കിട്ടുന്നത് നരേന്ദ്രമോദിയിലൂടെയാണ്. അതുകൊണ്ട് എന്നെയൊക്കെ സൈഡ് ലൈൻ ചെയ്തു എന്ന് പറയുന്ന ആ വാക്കിൻ്റെ പ്രയോഗം തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്ധനവില ശക്തമായി നിയന്ത്രിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടികൾ പലതവണ ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കൊല്ലത്ത് നിന്ന് നിങ്ങൾ കാറെടുത്തിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്താൽ മതി. നിങ്ങൾ മാഹിയിലെത്തി എണ്ണ അടിച്ചാൽ പെട്രോളിന് 12 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളവും മാഹിയും തമ്മിലുള്ള, അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ ഒരു 10 രൂപയിലധികം പെട്രോൾ ഡീസലിൻ്റെ വ്യത്യാസം വരുന്നതിന് കാരണം കേന്ദ്രം പല ഘട്ടങ്ങളിലും ഡ്യൂട്ടി കുറച്ചു. അതിന് സമാനമായി ഡ്യൂട്ടി ഇവർ കുറച്ചില്ല. പിണറായി വിജയനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നില്ലല്ല. എന്താ പിണറായി, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ അബ്ദുള്ളക്കുട്ടി പറയുന്നത് പിണറായി എന്നുള്ള ഗ്രാമത്തിൽ മുഴുവൻ ആളുകളും, എനിക്കൊന്ന് പിണറായിൻ്റെ മരുമക്കളും ബന്ധുക്കളും ഒക്കെ ഡീസൽ അടിക്കാൻ വേണ്ടി എന്തായി പോണ്ടിച്ചേരിയിലേക്ക് മാഹിയിലേക്ക് പോകുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക, എന്നാൽ ഉത്തരം കിട്ടും. അല്ല, അതാണ് വ്യത്യാസം. പിണറായി വിജയൻ്റെ നാട്ടിൽ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവരാശ്വാസം കൊടുക്കുന്നത്.